ജപ്പാനിൽ വന്നിട്ട് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ മലയാളികൾക്കല്ല അതിന്റെ മോശം. ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ പഠിക്കാൻ ഈ ആവി കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ്. ഇത് ശരിക്കും ജപ്പാനിയ കുഹു കുഹു തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലെ പൊടിയൊക്കെ തീർന്നേ ജപ്പാൻകാരുടെ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദിലീപേട്ടൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ശരിക്കും കുഹു കുഹു ഇവിടെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ പോയ റെസ്റ്റോറൻറ്റിലെ മെനുവിലൊക്കെ നോക്കിയെങ്കിലും എവിടെയും കാണാൻ പറ്റില്ല. ഇനിയിപ്പോ ലോക്കൽ ഡിഷ് ഏതെങ്കിലും ആണോ എന്ന് അറിയാൻ ജപ്പാൻകാരോടും ചോദിച്ചു. അവരങ്ങനെ ഒരു ഡിഷിന്റെ പേര് കേട്ടിട്ടേ ഇല്ല. ഫുഗു എന്നൊരു മീനുണ്ട്, അല്ലാണ്ട് കുഹു കുഹു ഒന്നും ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇതോടുകൂടി അതൊരു തമാശ മാത്രമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ആർക്കെങ്കിലും ഇതിനെ പറ്റി അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പുട്ട് അതിപ്പോ വട്ടത്തിലായാലും നീളത്തിലായാലും കടലക്കറി അത് നിർബന്ധ. ഞാൻ ഒഴിച്ച വെള്ളത്തിന്റെ അളവ് കൂടിയതാണോ അതോ പൊടിയുടെ ആണോ എന്നറിയില്ല. എന്തായാലും കുറച്ച് സ്റ്റിക്കി ആയിരുന്നു. തൽക്കാലത്തേക്ക് സ്റ്റിക്കി കുഹു കുഹു എന്ന് വിളിക്കേണ്ടി വരും. അപ്പൊ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.